ഇറാനുമായുള്ള യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കൻ സൈനിക നേതൃത്വത്തിൽ അപ്രതീക്ഷിത അഴിച്ചുപണി. US കരസേനാ മേധാവി ജനറൽ റാൻഡി ജോർജിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സ്ഥാനത്തുനിന്ന് നീക്കി. സമൂഹമാധ്യമത്തിലൂടെയാണ് ഉടൻ വിരമിക്കണമെന്ന കർശന നിർദ്ദേശം ഹെഗ്സെത്ത് നൽകിയത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ സൈനിക മേധാവിയെ മാറ്റുന്ന അപൂർവ നടപടി പെന്റഗണും സ്വീകരിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിന് മുന്നോടിയായും പ്രസംഗവേളയിലും പശ്ചിമേഷ്യയിൽ ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കി കഴിഞ്ഞു. ടെൽ അവീവ്, ദോഹ, ദുബായ് എന്നിവിടങ്ങളിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. അബുദാബിയിലെ ഖലീഫ തുറമുഖത്തും സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലും ആക്രമണമുണ്ടായി. സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ പാലങ്ങൾ തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ നേരിടാൻ 70 ലക്ഷം ഇറാൻകാർ സജ്ജരാണെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാബിർ അറിയിക്കുകയും ചെയ്തു. ഇറാൻ മണ്ണിൽ കാലുകുത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന് ഇറാൻ കരസേനാ മേധാവി മേജർ ജനറൽ അമീർ ഹാത്തമി പ്രഖ്യാപിച്ചു. അതിശക്തമായ രഹസ്യ ആയുധ ശേഖരവും ആയുധ ഫാക്ടറികളും തങ്ങൾക്കുണ്ടെന്നും അമേരിക്ക ഇതുവരെ തകർത്തത് അപ്രധാനമായ കേന്ദ്രങ്ങൾ മാത്രമാണെന്നും ഇറാൻ സായുധ സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം ദുൽഫഹാരി അവകാശപ്പെടുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ US ഇറാൻ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന് പാകിസ്ഥാൻ വീണ്ടും അറിയിച്ചു. ചൈനയുടെ സഹകരണത്തോടെയുള്ള 5 നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഈജിപ്ത്, സൗദി, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടിരുന്നു. യുദ്ധം നീളുന്നതിൽ അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. റോയിട്ടേഴ്സ് സർവേ പ്രകാരം 60% പേർ യുദ്ധത്തെ എതിർക്കുന്നുണ്ട്. 66% പേർ ഉടൻ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവുണ്ടായതായും സർവേ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കാൻ ബ്രിട്ടൻ വിളിച്ചു ചേർത്ത ആഗോള യോഗത്തിൽ ഇന്ത്യയും പങ്കെടുക്കും. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ, UAE എന്നിവയുൾപ്പെടെ 35 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഓൺലൈനായി യോഗത്തിൽ പങ്കുചേരും. LPG, LNG, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി വരുന്ന ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ ഇറാനുമായും മറ്റു രാജ്യങ്ങളുമായും ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇത്തരം ചർച്ചകളുടെ ഫലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 6 ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടന്നുപോകാൻ സാധിച്ചുവെന്നും ചർച്ചകൾ തുടരുമെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഇറാനെ ശിലായുഗ കാലത്തേക്ക് തിരികെ എത്തിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ഇറാൻ മറുപടി നൽകി. USന്റെയോ ഇസ്രായേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിൽ എത്തിക്കാൻ സാധിക്കില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസി തങ്ങളുടെ X പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയും ചെയ്തു. 7000 വർഷത്തെ സംസ്കാരമുള്ള രാജ്യമാണ് ഞങ്ങളുടേത്. ചരിത്രത്തിന് ഞങ്ങളെ നന്നായി അറിയാം. അതിൽ വ്യക്തമായിട്ടുള്ളത് എന്തെന്നാൽ ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരായ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയതും നിങ്ങളാണ് എന്നതാണ്, ഇറാൻ എംബസി പറഞ്ഞു.